നമ്മൾ ഏകദേശം 26 കിലോമീറ്റർ, അതായത് 30 കിലോമീറ്ററിൻ്റെ അടുത്ത് കവർ ചെയ്തിരിക്കുകയാണ്. ഇനിയൊരു 30 കിലോമീറ്റർ കൊണ്ട് ബാക്കിയിട്ട് അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താം. ആയിട്ടാ ബൈക്കിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടാ? പിന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ബീച്ചിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഗോവയിൽ തന്നെ ഏറ്റവും ഫേമസ് ഉള്ളൊരു ബീച്ചാണ്. അധികം ആരും കേൾക്കാത്തൊരു ബീച്ച് തന്നെയാണ്. ബട്ടർഫ്ലൈ ബീച്ചാണ് അതിൻ്റെ പേര്. ഒരുപാട് പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് അധികം ആൾക്കാരും അങ്ങോട്ട് വരില്ല. പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ നേരെ ബൈക്കെടുത്ത് ഇറങ്ങിയാണ് ഗൈസ്. ഈ വരുന്നതാണ് നമ്മുടെ മെയിൻ ആള്. ബട്ടർഫ്ലൈ ബീച്ചിക്ക് പോകാനുള്ള ഐഡിയ തന്ന ആളാണ്. പക്ഷെ നമ്മൾ മെല്ലെ വരുന്നുള്ളൂ ഇയാളെ. എന്ത് പറ്റിയാളിയാ? പിന്നെ ഏകദേശം സ്പോട്ട് എത്തിയെന്ന് വെച്ചാൽ നമുക്ക് പേ പാർക്കിങ്ങിനായിട്ട് ഒരു 100 രൂപ ബൈക്ക് എൻ്റർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കാർ എൻ്റർ ചെയ്യാനായിട്ട് ഒരു 100 രൂപ ടിക്കറ്റ് ഫെയർ കൊടുക്കണം അവിടെ. പിന്നെ റോഡെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് ടൈപ്പാണ്. ഓഫ് റോഡ് എന്ന് വെച്ചാൽ നമുക്ക് ബൈക്ക് കൊണ്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം ബൈക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കേണ്ടി വരില്ല എന്നാണ് നമുക്കത് മനസ്സിലാക്കിയൊരു കാര്യം. പിന്നെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഒരു 200-250 മീറ്റർ നമുക്ക് ഉള്ളിലൂടെ കാട്ടിനുള്ളിൽ കൂടെ നടക്കാനുള്ളൊരു ദൂരമുണ്ട്. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്താവുന്നതാണ് ബട്ടർഫ്ലൈ ബീച്ച്. വളരെ ആൾക്കാർ കുറവുള്ളൊരു ബീച്ചാണെങ്കിലും അത്യാവശ്യം നല്ല വ്യൂ എല്ലാം ആയിരുന്നു. ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ്. അവിടെ ഒരുപാട് ലൈഫ് ഗാർഡ്സും മറ്റും ആൾക്കാരും എല്ലാം ഉണ്ട് ഇവിടെ വ്യൂ ചെയ്യാൻ. മുന്നേ ഇതില്ലായിരുന്നെങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരും തിരക്കെല്ലാം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇവിടെ കഴപ്പാണിച്ചിട്ട് ഇവിടെ വേറെ ഒരു പറയില്ല ഗായ്സ്. സത്യം ഇറങ്ങാൻ പോലും പറ്റുന്നില്ല, ഇറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. ഈ പറ കാണാനല്ല ഗായ്സ്. ഏകദേശം ഓഫ് റോഡെല്ലാം പോയി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ സ്ഥിതി എന്ന് പറയുന്നത് മൊത്തം ചളിയായി ഗായ്സ്. പൊടിയല്ല, വണ്ടി കഴുകിയിട്ടായിരുന്നു നമ്മളെല്ലാം വണ്ടിയെല്ലാം എടുത്ത് കൊണ്ടുവന്നത്. വണ്ടി മൊത്തം പൊടിയായിരിക്കണം നമ്മുടെ. അതുകൊണ്ടാ നിങ്ങൾ കാണുന്നില്ല ഇതെല്ലാം. പക്ഷെ അവിടെ നമുക്ക് മര്യാദയ്ക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ അടുത്ത ബീച്ചിലോട്ട് വിട്ടു. ആ ബീച്ചിൽ പിന്നെ നമ്മൾ വേറെ ഒന്നുമില്ല പോകണം, ചാടി കുളിക്കാനാണല്ലോ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ബട്ടർഫ്ലൈ ബീച്ച്, അതുപോലെ തന്നെ പലോളിയം ബീച്ചും. പലോളിയം ബീച്ചിൽ നമ്മൾ കയാക്കിങ് കൂടി ചെയ്തിട്ടായിരുന്നു തിരിച്ചു വന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം വരുന്നവർ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഗൈസ്.